നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മീയമായ കാര്യങ്ങൾ കൂടുതൽ നല്ല പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ രീതിയിൽ വിലയിരുത്തുവാനും പഠിക്കുവാനും സഹായമാകുന്ന രീതിയിലാണ് ഈ ചാനൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ലോക ഇതിഹാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് ഇതിഹാസങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഒന്ന് ആദികവി എഴുതിയ രാമായണവും മറ്റൊന്ന് വേദവ്യാസന്മാരാൽ രചിക്കപ്പെട്ട വേദത്തെ വ്യസിച്ചവർ അല്ലെങ്കിൽ വേദത്തെ രചിച്ചവർ അല്ലെങ്കിൽ വേദത്തെ മനസ്സിലാക്കിയവർ അല്ലെങ്കിൽ വേദത്തെ വിശകലനം ചെയ്തവർ ആയിട്ടുള്ള ഒന്നിലധികം ആളുകളായിരിക്കാം, ഒരാളായിരിക്കാൻ സാധ്യതയില്ല, ഒന്നിലധികം പേർ എഴുതിയിട്ടുള്ള മഹാഭാരതവും. ഇതിൽ രാമായണം എഴുതിയതുമായി ബന്ധപ്പെടുത്തിയ ചെറിയ കഥ തന്നെയുണ്ട്. കാട്ടാളന്മാരായി ജീവിച്ച രത്നാകരൻ കാട്ടുകൊള്ള ചെയ്യുന്നതിൻ്റെ ഭാഗമായി സന്യാസിമാരെയും സ്വാമിമാരെയും ഋഷിമാരെയും ഒക്കെ കൊള്ളയടിക്കുകയും അവർ താങ്കളിത് ചെയ്യുന്നതിൻ്റെ ദോഷവും ഉണ്ടാവുമെന്നറിയാമോ? അപ്പോൾ അറിയാം, കർമ്മത്തിന് ഫലമുണ്ടെന്നറിയാം എന്ന് രത്നാകരൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ദുഷ്കർമ്മമാണല്ലോ എന്ന് താങ്കൾ ചെയ്യുന്നത്, കൊള്ളയടിക്കുകയാണല്ലോ ചെയ്യുന്നത്, ദുഷ്കർമ്മത്തിന് ദുഷ്ഫലമാണെന്നറിയാമല്ലോ. അപ്പോൾ അതും അറിയാം. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ഈ താങ്കൾ ഒറ്റയ്ക്കാണോ ഈ കർമ്മഫലം അനുഭവിക്കുന്നത്, അതോ താങ്കളുടെ ഭാര്യയും ഇതിനകത്ത് മക്കളുമൊക്കെ കാണുമോ? കാര്യം താങ്കൾ ഇതിൻ്റെ റിസൾട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കുമല്ലോ, അടിച്ചു മാറ്റുന്ന വസ്തുക്കൾ കുറച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ രത്നാകരനൊരു ഉൾവിളി ഉണ്ടായി, ഇത് ശരിയാണല്ലോ എന്ന് അന്വേഷിക്കണമല്ലോ. നേരെ വീട്ടിൽ ചെല്ലുന്നു, ഭാര്യയെ വിളിച്ച് ചോദിക്കുന്നു, ഭാര്യ ഇങ്ങനെയാണ് വിഷയം, ഞാൻ കൊള്ളയടിക്കാൻ സമയത്ത് അവരിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ദോഷഫലങ്ങൾ അതിൻ്റെ പങ്ക് പറ്റുന്നത് കൊണ്ട് ഇയാളും കുടുംബമൊക്കെ അനുഭവിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഭാര്യ പറയുന്നുണ്ട്, അത് ഞാനെന്തിനു അനുഭവിക്കണം, ഞാനല്ലല്ലോ ഈ ദുഷ്കർമ്മം ചെയ്ത ആൾ തന്നെ അനുഭവിക്കണം, അതാണ് കർമ്മഫല സിദ്ധാന്തം. പെട്ടെന്ന് രത്നാകരന് വലിയ ബോധോദയം ഉണ്ടാകും പോലെ വലിയൊരു തിരിച്ചറിവാണ് ഉണ്ടായത് ജീവിതത്തിൽ. നമുക്കങ്ങനെയാണല്ലോ, ചിലരുടെ വർത്തമാനം കേൾക്കുമ്പോൾ, ചിലരുടെ വാക്ക് കേൾക്കുമ്പോൾ, ചിലരുടെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ, ചിലരുടെ നോട്ടം കാണുമ്പോഴൊക്കെ നമുക്ക് വലിയ തിരിച്ചറിവുണ്ടാകും. പിന്നെ നേരെ ചെല്ലുകയും രണ്ട് മരങ്ങൾക്കിടയിലിരുന്ന് ആ മരം ഈ മരം ആ മരം ഈ മരം എന്ന് പാടുകയും പിന്നെ അത് രാമരാമ എന്നാവുകയും വർഷങ്ങളോളം ഇരിക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റും ചിതൽപ്പുറ്റ് പോലെ മുകളിലേക്ക് വന്നിട്ട് പോലും അദ്ദേഹം അറിഞ്ഞില്ല. പിന്നെ കുറേ കൂടി ബോധം വന്നതുപോലെ ഒരു ബോധോദയം ഉണ്ടായപ്പോഴാണ് ചിതൽപ്പുറ്റിൽ നിന്ന് പുറത്ത് വന്നത് എന്നൊരു കഥയുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം അങ്ങനെ ഉത്തമ പുരുഷനായി മാറിയ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഈ ഭൂമിയിലെന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാവിഷ്ണുവിനെ പൂജിക്കുകയും അങ്ങനെ അദ്ദേഹം പല രൂപത്തിൽ പല ദേവതകളെയൊക്കെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി നാരദനിൽ നിന്ന് ഈ കഥ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ നാരദനെ പ്രാർത്ഥിക്കുകയും നാരദനെത്തുകയും നാരദൻ ഈ കഥ പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പം നാരദനോട് ചോദിക്കുന്നുണ്ട്, ഒരു 15 കാര്യങ്ങളെങ്കിലും സത്യം, ധർമ്മമല്ല സത്യം, നീതി, ന്യായം, അഹിംസ തുടങ്ങിയ ഒരു 10-15 കാര്യങ്ങളെങ്കിലും ഉള്ള ഒരു ഉത്തമ പുരുഷൻ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് നാരദൻ പറയുന്നത്, 15 കാര്യങ്ങളല്ല, ഒരു 66ഓളം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനായിട്ടോ അല്ലെങ്കിൽ സ്ത്രീയായിട്ടോ ഭൂമിയിൽ ജനിച്ചാൽ സകലവിധ ആദർശങ്ങളും ആശയങ്ങളും എല്ലാം ഉൾക്കൊണ്ട് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടുള്ള ഉത്തമ മര്യാദ പുരുഷോത്തമനായ രാമനുണ്ടായിരുന്നു വിശ്വാഹു രാജ്യത്ത് എന്ന് പറയുകയും അങ്ങനെയാണ് രാമനെക്കുറിച്ചുള്ള കഥ നാരദ മുനി പറഞ്ഞു കൊടുക്കുകയും അത് വാൽമീകി എഴുതുകയും ചെയ്തു എന്നാണ് ഒരു ചരിത്രം. നമ്മുടെ ഏറ്റവും വലിയൊരു പരിമിതി, ഇപ്പം നബി തിരുമേനി ഖുറാൻ തിരുവചനങ്ങൾ എഴുതി വച്ചതുപോലെ അല്ലെങ്കിൽ ബൈബിളിൽ യേശുവിൻ്റെ ശിഷ്യന്മാരായുള്ള മാർക്കോസും ഇബ്രഹാമും അന്തോണിച്ചന്മാരും ഒക്കെ എഴുതി വച്ചതുപോലെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെച്ച് പോയ കാര്യങ്ങളൊന്നും അല്ല പലപ്പോഴും ഹിന്ദു സമാജത്തിലും ഹിന്ദു വിഭാഗത്തിൽ. അതിൻ്റെ പരിമിതികൾ വളരെ വലുതാണ്. അതുകൊണ്ട് ആരെഴുതി, എപ്പോൾ എഴുതി, ഏത് കാലഘട്ടത്തിൽ എഴുതി, ഒരാളാണോ ഒറ്റയ്ക്കാണോ ഒരു സംഘം ആളുകളുണ്ടോ എന്നൊക്കെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്നാലും നമുക്ക് കിട്ടുന്നത് വെച്ചാണ് നമുക്ക് പഠിച്ചു പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ രാമനം എഴുതിയത്, രാമൻ്റെ അയനം, രാമൻ്റെ യാത്ര, രാമായണം എഴുതിയത് വാൽമീകിയാണ്
ആദികവി എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ പഠിക്കുന്നു. എന്താണ് രാമനിലുണ്ടായിരുന്ന 66 ഗുണങ്ങൾ? മനുഷ്യജന്മമെടുക്കുന്ന മനുഷ്യർക്ക് കാമ, ക്രോധ, ലോഭ, മോഹങ്ങൾ, മദ്യം, മദിര സ്ത്രീകൾ, പുരുഷന്മാർക്കാണ് തിരിച്ചും കാമമാണല്ലോ. പണം, അഴിമതി, അധികാരം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുകയും പലതും ചെയ്യുകയും ചെയ്യും. എപ്പോഴും അധമവികാരങ്ങളും മനുഷ്യനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മനുഷ്യൻ ഒരുപാട് തെറ്റുകളും ചെയ്യും. അതിൽ നിന്ന് വ്യത്യസ്തനായി പോകാൻ മനുഷ്യജന്മത്തിന് അത്ര എളുപ്പമല്ല. പക്ഷെ അങ്ങനെ വ്യത്യസ്തനായി പോകണം എന്നുള്ളതാണ് രാമൻ്റെ കഥയിലൂടെ നമ്മളോട് വാൽമീകി പറയാൻ ശ്രമിക്കുന്നത്. രാമനെപ്പോലെ തന്നെ രാമനെ കൊണ്ട് മാത്രമല്ല, രാമനുണ്ട്, സ്വന്തം അനുജൻ ഭരതനുണ്ട്, ലക്ഷ്മണനുണ്ട്, ശത്രുഘ്നുണ്ട്. അങ്ങനെ അവർ തന്നെ 4-5 പേരെ വച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സീതയുണ്ട് കഥാപാത്രമായി, കൈകേയിയുണ്ട്, അങ്ങനെ മന്ദരയുണ്ട്, അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളെ, രാജാവിൻ്റെ കഥകളുണ്ട്. അപ്പോൾ വളരെ സത്യസന്ധമായി നീതിപൂർവം പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും അതിലൊരുപാട് പരീക്ഷണങ്ങൾ നേരിടുകയും ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ഗാന്ധിജി ഒരിക്കൽ ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോഴാണെന്ന് കരുതുന്നു, അതോ ബ്രിട്ടനിലോ, മകന് അതികഠിനമായ അസുഖം കൂടുമ്പോഴും തനിക്ക് മരുന്നിനോടൊന്നും വലിയ പ്രതിപത്തി ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ല, രോഗം ശരീരം തന്നെ മാറ്റിക്കോളും എന്നുള്ള സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വഴക്ക് പറയുന്നു. അവസാനം എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞ് ആട്ടിൻപാൽ കൊടുക്കുന്നു. പിന്നെ എന്തോ ചെറിയ നാട്ടുവൈദ്യം പോലെ എന്തോ ചെയ്തിട്ടാണ് മാറിയത്. പക്ഷെ അതിലപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, ഞാൻ ഇതിനകത്തേക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ എനിക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു വശത്ത് നമ്മളെല്ലാവരും അങ്ങനെയാണ്. വലിയ ആശയവാദവും ആദർശവാദവും ഒക്കെ പറയുമ്പോഴും നിത്യജീവിതത്തിൽ പ്രായോഗികമായി വരുമ്പോൾ പലതും നമുക്ക് തള്ളിപ്പറയേണ്ടി വരും. സ്വകാര്യ ആശുപത്രിയെ നമ്മൾ തള്ളിപ്പറയും, വയ്യാതാകുമ്പോൾ സ്വകാര്യ ആശുപത്രി തന്നെ പോകും, അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുപോകും. നമുക്ക് ബോധം കെടുമ്പോൾ മറ്റുള്ളവർ കൊണ്ടുപോകും. സ്വകാര്യ കോളേജുകളെ തള്ളിപ്പറയും, സ്വകാര്യ കോളേജിന് സ്കൂളിലും പഠിക്കും. അങ്ങനെ ഓരോ വിഷയങ്ങളും. സ്വകാര്യ വാഹനത്തെ തള്ളിപ്പറയും, പൊതുമേഖലയിൽ പറയും, പക്ഷേ യാത്ര ചെയ്യുന്നത് സ്വകാര്യത്തിൽ യാത്ര ചെയ്യും. ഇങ്ങനെ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായി ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ എളുപ്പമല്ല മനുഷ്യർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാമൻ്റെ അല്ലെങ്കിൽ ഒരു സത്യത്തിൻ്റെ, രാമൻ എന്നാൽ ഒരു സത്യമാണെന്നോ ഒരു ബോധമാണെന്നോ ഒക്കെ നമുക്ക് പറയാം. അല്ലാതെ യഥാർത്ഥ രാമൻ അവിടെ നിൽക്കട്ടെ. ആ സത്യത്തിൻ്റെയും ബോധത്തിൻ്റെയും യാത്ര എന്ന് പറയുന്നത് അഗ്നി പരീക്ഷണങ്ങളിലൂടെ ഉള്ള യാത്രയാണ്. സ്വന്തം ഭാര്യയെപ്പോലും അലക്കുകാരാൽ സംശയിക്കപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് രാജാവിൻ്റെ അടുത്ത് എത്തുമ്പോൾ രാജാവ്, അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ പ്രജകൾക്ക് ഇപ്പോഴും സംശയം തീർന്നിട്ടില്ലയോ എന്ന് തോന്നുകയും വീണ്ടും സീതയെ മാറ്റി നിർത്തുക, ഉപേക്ഷിച്ചു എന്ന് നമ്മൾ പറയാൻ കഴിയത്തില്ല, സീതയെ മാറ്റി നിർത്തേണ്ട സാഹചര്യം വരികയും അത് സീത കൂടി അംഗീകരിച്ചുകൊണ്ടാണ് മാറുന്നത്. അല്ലാതെ സീത നമ്മൾ പറയുന്ന പോലെ കാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് പൂച്ചയെ കൊണ്ട് എവിടെയെങ്കിലും വഴിയറിയാത്ത സ്ഥലത്തോട്ട് കളഞ്ഞതുപോലെ കാട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് പോയതല്ല. അയക്കുന്നതിന് അതിൻ്റേതായ രീതിശാസ്ത്രങ്ങളുണ്ട്. ആശ്രമത്തിലേക്കാണ് അയക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ. രാമൻ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ രാമൻ സീതയെ ഇറങ്ങിപ്പൊക്കോളൂ എന്ന് പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്തതല്ല. അപ്പോൾ പക്ഷെ നമ്മളെ ഇവിടുത്തെ കുറേ സംഘികളെ എതിർക്കണം എന്ന് നടക്കുന്നവരും കൊങ്ങികളും സുഡാപ്പികളും കുറച്ച് ആളുകളെ കൊണ്ടിവിടെ, പിന്നെ അവർ കമ്മികളുമൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറഞ്ഞു പരത്തുന്നത് രാമൻ സീതയെ ഉപേക്ഷിച്ചു, കാട്ടിക്കൊണ്ട് കളഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. രാമനും സീതയും തമ്മിൽ ആലോചിക്കുകയും സീത തന്നെയാണ് മുൻകൈ എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ രാമനൊരു അവസ്ഥ വരാൻ പാടില്ല, തൻ്റെ ഭർത്താവാണ്, പതിയാണ്, അദ്ദേഹത്തിന് മറ്റൊരു അവസ്ഥ വരാൻ പാടില്ല എന്ന് വിചാരിച്ച് ഞാൻ ആശ്രമത്തിലേക്ക് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് സീത. അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പോൾ അത് ആ ലവകുശന്മാരുടെ കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ രാമായണ കഥ പറയാനല്ല, രാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിലൂടെ വാൽമീകി എന്ന മഹാമുനി അല്ലെങ്കിൽ മഹർഷി ആഗ്രഹിച്ചത് മനുഷ്യരാശിക്ക് വിവിധങ്ങളായ സനാതനമായ ധർമ്മങ്ങളിൽ പെടുന്ന ഒരുപാട് ഘടകങ്ങളെ എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അത് ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അനുഭവിക്കേണ്ട മാനസിക വ്യത എന്താണ്, മനോസംഘർഷം എന്താണ്, ബുദ്ധിമുട്ട് എന്താണ് എന്ന് മാനവരാശിയെ മനസ്സിലാക്കിച്ച് കൊടുക്കുവാനും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അങ്ങനെയൊക്കെ മാനസിക സംഘർഷം വരുമ്പോഴും കഴിയുന്നത്ര മുറുകെ പിടിക്കേണ്ടതാണ് ഈ ആശയവും ആദർശവും എന്നുള്ള
വലിയ ഒരു സന്ദേശമാണ് രാമായണം നൽകുന്നത്. അധികാരത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ ഭരതൻ ജ്യേഷ്ഠനായ രാമൻ്റെ കാൽപാദങ്ങളുടെ ഉറപ്പിച്ചുകൊണ്ടുള്ള ചെരുപ്പുകൾ വെച്ച് പാദുകങ്ങൾ വെച്ചുകൊണ്ടാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കത്തിച്ചു കളയും എന്നൊക്കെ പറയുന്നുണ്ട്. കൈകേയിയെയും കത്തിച്ചു കളയും, രാമനെയും കത്തിച്ചു കളയും, ചേട്ടനെയും ഞാൻ കത്തിക്കും, അമ്മയെയും കത്തിച്ചു കളയുന്നു. അത്രമാത്രം ആ ഒരു പിന്നെ സഹോദര സ്നേഹത്തിൻ്റെ ഒരുപാട് ഭാവങ്ങളാണ്. അപ്പോൾ സാധാരണ അനിയന്മാരൊക്കെ ആണെങ്കിൽ ചേട്ടൻ പോയാൽ എങ്കിൽ പിന്നെ അമ്മയെ ഒന്നുകൂടി പെട്ടെന്ന് ചേട്ടനെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് കാട്ടിലേക്ക് കള്ളക്കണക്ക് പറഞ്ഞയക്കൂ, ഞാൻ അധികാരത്തിലിരിക്കാമെന്നാണ് സാധാരണ അനിയന്മാർ മക്കളും പറയുന്നത്. പക്ഷേ ഇത് അവിടെ നിന്ന് മാറി സ്വന്തം സഹോദരനെയും അമ്മയെയും കൈകേയിയെയും കൊന്നുകളയാനാണ് ധരിക്കുന്നത്. കാരണം എന്തിനാണിങ്ങനെ രാമനെ കാട്ടിലേക്ക് അയക്കുന്നത്? അത് ക്രൂരതയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ മനുഷ്യ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ, കരുണയുടെ, അഹിംസയുടെ ഒരുപാട് പാഠങ്ങളാണ് നമുക്ക് രാമായണം പകർന്നു തരുന്നത്. അത് അങ്ങനെ പഠിക്കാതെ വാച്യാർത്ഥത്തിൽ രാമൻ സീത ഉപേക്ഷിച്ചില്ലയോ, ഭരതൻ കാട്ടിൽ പോയില്ലയോ, ഭരതൻ പിന്നെ ചെരുപ്പ് വെച്ച് പൂജിച്ചതും ആരാധിച്ചതും അല്ലെങ്കിൽ ഭരണം നടത്തിയതും ശരിയാണോ എന്നൊക്കെ ചിന്തിച്ച് വാച്യാർത്ഥങ്ങളിൽ നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പെട്ടുപോവുക തന്നെ ചെയ്യും. അതേസമയം വ്യംഗ്യാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് ഓരോ വരികളും ഓരോ വാക്കുകളും ഓരോ അക്ഷരവും അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫും അല്ലെങ്കിൽ ഓരോ സ്റ്റാൻസയും ഒക്കെ വരച്ചു കാട്ടിയിരിക്കുന്നത് വാഗ്മയ ചിത്രങ്ങളായിട്ടാണ്. ആ ചിത്രങ്ങളെന്ന് പറയുന്നത് ഓരോ അക്ഷരവും നമ്മളോട് സംസാരിക്കും. 1000 കഥകൾ. മനുഷ്യ ജീവനം എടുത്താൽ എങ്ങനെയാണ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുക, ഒരു ജന്മം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. അത് 80 വയസ്സ് വരെയൊക്കെ ശരാശരി ആയുസ്സുണ്ടെന്നാണല്ലോ പറയുന്നത്. 70 മുതൽ 80 വരെയൊക്കെ. അപ്പോൾ അത്രയും വർഷം ജീവിച്ചിരിക്കുമ്പോൾ എടുക്കേണ്ടി വരുന്ന ഒരു വേദന, സംഘർഷം, ദുഃഖം, പ്രയാസം ഇതൊക്കെ വളരെ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറഞ്ഞത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ഗൃഹസ്ഥാശ്രമി ആവുക. വാനപ്രസ്ഥം വലിയ പ്രശ്നമുള്ളതല്ല, അല്ലെങ്കിൽ ബ്രഹ്മചര്യം വലിയ പ്രശ്നമുള്ളതല്ല. പഠിക്കുന്ന കാലമാണ് 10-20 വർഷക്കാലം നന്നായി 12 വർഷം പഠിക്കുന്ന വേദമൊക്കെ. അല്ലാതെ പഠിക്കുന്നതാണെങ്കിൽ ഒരു 20 വയസ്സ് വരെയൊക്കെ ഡിഗ്രി എടുക്കുന്ന പ്രായം വരെ നന്നായി പഠിക്കുക. അപ്പോൾ പിന്നെ അത് പിന്നെ ബ്രഹ്മത്തിൻ്റെ അറിവ് നേടുന്ന കാലമാണ്, ജ്ഞാനം നേടുന്ന കാലമാണ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, തലച്ചോറ് കൊണ്ടുള്ള പണിയാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ വിവാഹം എല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായി ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെ ആയി ജീവിക്കുന്ന ജീവിതമാകുന്നൊരു ഭാരം തന്നെ നമുക്ക് തലയിൽ കയറ്റേണ്ടതുണ്ട്. അത് കയറുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വൈകാരികതകൾ, അതിവൈകാരിക നിമിഷങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ് നമുക്ക് വാനപ്രസ്ഥത്തിലേക്ക് പോകാൻ പിന്നെ സുഖ സൗകര്യങ്ങൾ ഒഴിവാക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് സന്യാസത്തിലേക്ക് പോകാനും വലിയ ബുദ്ധിമുട്ടില്ല. അത് അങ്ങോട്ട് പോകാൻ പറ്റും മനുഷ്യർക്ക്. ഭൗതിക ജീവിതം കുറേശ്ശെ ഒഴിവാക്കിക്കൊണ്ട് വന്നാൽ പോകാൻ പറ്റും. പക്ഷേ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. ഗാർഹസ്ഥ്യം വളരെ പ്രയാസമുള്ള വളരെ കോംപ്ലക്സ് ആയൊരു യൂണിറ്റാണ്. അപ്പോൾ അങ്ങനെ അത്രയും കോംപ്ലക്സ് ആയൊരു യൂണിറ്റിൽ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് രാമൻ പറയുമ്പോൾ അത് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കഥകൾ വായിച്ച് വെറുതെ സമയം കളയുകയും രാമൻ ദൈവമാണ് എന്ന് പറഞ്ഞ് അയോധ്യയിലെ കാര്യമൊക്കെ പറഞ്ഞ് രാമൻ്റെ ദൈവതുല്യമായ ദൈവികതയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ, രാമൻ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ അയനമാണ്, സത്യത്തിൻ്റെ ഒരു യാത്രയാണ്, സത്യം തേടിയുള്ളൊരു യാത്രയാണ്, നീതി തേടിയുള്ളൊരു യാത്രയാണ്, തുല്യത തേടുന്നൊരു യാത്രയാണ് എന്നത് പഠിച്ചാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാം. ആ രീതിയിൽ രാമായണത്തെ വായിക്കുവാൻ നമുക്ക് കഴിയട്ടെ.